തോൽവിക്ക് പിന്നാലെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ പാലക്കാട് DCC രംഗത്ത് വന്നു. രമ്യ ഹരിദാസിന്റെ പരാജയത്തിൽ നേതൃത്വത്തിന് പിഴവില്ലെന്നും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായതെന്നും DCC പ്രസിഡന്റ് തങ്കപ്പൻ കുറ്റപ്പെടുത്തുന്നു. മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. തങ്കപ്പൻ 24 ഇതൊക്കെ തുറന്നു പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. സംഘടന കുറവല്ല അതിനകത്ത്, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സംഘടനയുടെ ശക്തി കുറവ് കൊണ്ടല്ല അവിടെ തോറ്റത്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണോ ഈ തോൽവിയിലേക്ക് നയിച്ചത്? ചില കാര്യങ്ങളിൽ അവർ തിരുത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസം. VD സതീശൻ പ്ലസ് മറ്റു നേതാക്കന്മാരൊക്കെ നമ്മുടെ പോരായ്മ തിരുത്താൻ പറഞ്ഞിരുന്നു. അത് സത്യം തന്നെയാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. തമ്മിലടി തുടങ്ങിയോ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ? തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിൽ പതിവാണല്ലോ സ്കെയിൻ. അത് തുടർന്നും ഉണ്ടാവുകയാണ്. ആലത്തൂരിലെ പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പൻ ഇത് ആദ്യമായി 24നോട് പ്രതികരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് സംഘടനാ മിഷനറിയുടെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല, നേതൃത്വത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല. മറിച്ച് വീഴ്ചയുണ്ടായത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് തന്നെയാണ്. രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്. ചില പോരായ്മകൾ നേതൃത്വം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് VD സതീശനടക്കം ചില നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷെ അത് കൃത്യമായി പാലിക്കാൻ സ്ഥാനാർത്ഥി തയ്യാറായില്ല. അതാണ് തിരിച്ചടിയായത് എന്നുള്ളതാണ് തങ്കപ്പൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ തുറന്നടിക്കുന്നത്. സത്യത്തിൽ ആലത്തൂരിലെ തോൽവിയിൽ തനിക്ക് വ്യക്തിപരമായ വിഷമമുണ്ട്. തനിക്കായിരുന്നു അതിന്റെ ചുമതല. വ്യക്തിപരമായ വിഷമമുണ്ട്. കാരണം CPM-ന് ഒരു സീറ്റ് കിട്ടിയത് ആലത്തൂർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ആലത്തൂരിൽ കൂടി രമ്യ വിജയിക്കുകയാണെങ്കിൽ ഒരു സീറ്റും ലഭിക്കാതെ ആകെ ഉണ്ടായിരുന്ന കനലിന്റെ ഒരു തരി പോലും അണഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അത് ഉണ്ടായത് തൻ്റെ പിഴവ് കൊണ്ടാണ്. അതായത് തൻ്റെ ജില്ലയിൽ നിന്നാണ് അത് ഉണ്ടായത് എന്നുള്ളത് തനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതിന് നേതൃത്വത്തിന് യാതൊരു തരത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല. നേതൃത്വം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു. പിഴവുണ്ടായത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്താണ് എന്ന് തുറന്നടിക്കുകയാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ആ പഠനങ്ങൾ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ താങ്കൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിർണായകമായ AV ഗോപിനാഥിന്റെ സാന്നിധ്യം, മുൻ കോൺഗ്രസ് നേതാവ് MLA, അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നത്. രാധാകൃഷ്ണന് പരസ്യമായി പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഈ AV ഗോപിനാഥ് ഫാക്ടർ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലുള്ള സ്വാധീനവും അദ്ദേഹത്തിന് ആ മേഖലയിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും തങ്കപ്പൻ 24നോട് വ്യക്തമാക്കുകയുണ്ടായി.